ഹായ്, ഏവർക്കും ക്രിസ്മസ് എക്സാമിനേഷൻ സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ എല്ലാ വിദ്യാർത്ഥികളും മികച്ച രീതിയിൽ എഴുതി പൂർത്തീകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത മോസ്റ്റ് ഇമ്പോർട്ടന്റ് 20 ക്വസ്റ്റ്യൻസിൽ പല ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് ചെയ്ത് പഠിച്ച കുട്ടികൾക്ക് തീർച്ചയായും മികച്ച സ്കോർ കണ്ടെത്താൻ സാധിക്കും. സോ ഇന്ന് നടന്ന മാത്തമാറ്റിക്സ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് 20 ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തിയ ക്വസ്റ്റ്യൻ. ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി then എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു ആൻസർ എ. റൈറ്റ് ഓൾ ദ സബ്സെറ്റ്സ് ഓഫ് എ ഈക്വൽ ടു സെറ്റ് -1, 0, 1. ആദ്യം നൾ സെറ്റ്, ദെൻ ഓരോ എലമെന്റ് സെറ്റിനകത്ത് എഴുതുക, ദെൻ 2 എലമെന്റ് ക്ലബ് ചെയ്ത് എഴുതുക, ദെൻ 3 എലമെന്റും അതുപോലെ എഴുതുക. അങ്ങനെ 8 സബ്സെറ്റുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നെക്സ്റ്റ് വൺ, ദ ഫിഗർ റെപ്രസെന്റ് ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ. വി ഷേപ്പ് മോഡുലസ് ഫംഗ്ഷൻ ആണ്, 2 യൂണിറ്റ് മേളിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ആൻസർ എന്താണ്? mod x +2. സെക്കൻഡ് വൺ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ഇറ്റ്സ് ഡൊമൈൻ. അല്ലെ, ഏത് റിയൽ നമ്പറിലും ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. സോ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ R, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഇതിന്റെ റേഞ്ച്, ഇതിന്റെ y വാല്യൂ എവിടം മുതൽ എവിടം വരെ? y വാല്യൂ 2 മുതൽ ഇൻഫിനിറ്റി വരെ. സോ ഇതിന്റെ റേഞ്ച് എന്താണ്? ക്ലോസ്ഡ് ഇന്റർവൽ 2, ഇൻഫിനിറ്റി. നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് 20 ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് sin x + sin 3x by cos x + cos 3x equal to tan 2x. LHS എടുത്തെഴുതുക. മേളിൽ sin a + sin b 2 sin a + b by 2 into cos a - b by 2 ഫോർമുല അപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്ററിൽ c + e cos a + cos b എന്താണ് ഫോർമുല? 2 cos a + b by 2 into cos a - b by 2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 ക്യാൻസൽ ചെയ്തു, cos ക്യാൻസൽ ചെയ്തു, sin 2x by cos 2x that is equal to tan 2x. നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് 20 ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ്, ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് a + b the whole raised to 2n. ഒരു ടേം കൂടുതലായിരിക്കും, അപ്പോൾ 2n + 1. നെക്സ്റ്റ്, എക്സ്പാൻഡ് x² - 1/x the whole raised to 4 using binomial theorem. നമുക്കറിയാം n എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? 4. സോ 4c0 ഫസ്റ്റ് ടേം റൈസ് ടു മാക്സിമം പവർ x² raised to 4 മൈനസ് 4c1 x² raised to 3 into സെക്കൻഡ് ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യണം 1/x. അടുത്ത് ഓൾട്ടർനേറ്റീവ് സൈൻ ചേഞ്ച് ചെയ്ത് പോയാൽ മതി. പ്ലസ് 4c2 x² the whole square into 1/x². നെക്സ്റ്റ് മൈനസ് 4c3 into x² into 1/x³ പ്ലസ് 4c4 into 1/x raised to 4. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x² the whole raised to 4 x raised to 8 മൈനസ് അടുത്തത് വരും ഇവിടെ x raised to 6/x x raised to 5 മൈനസ് 4 into x raised to 5 പ്ലസ് 4c2 6 എന്ന് കിട്ടും. x² the whole square x raised to 4/x², ഒരു x² എന്ന് കിട്ടും. നെക്സ്റ്റ് മൈനസ് 4c3 4 x²/x³ ഡിനോമിനേറ്ററിൽ ഒരു x വരും. പ്ലസ് ലാസ്റ്റ് ടേം ഇത് 1 ആണ് into 1/x raised to 4. നെക്സ്റ്റ് വൺ, a committee of 3 persons is to be constituted from a group of 2 men and 3 women. In how many ways this can be done? മൊത്തം എത്ര പേരുണ്ട്? 2 പുരുഷന്മാരും 3 സ്ത്രീകളും, മൊത്തം 5 പേര്. അതിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്യണം. എത്ര വ്യത്യസ്തമായ രീതിയിൽ സെലക്ട് ചെയ്യാം? 5c3 ടോട്ടൽ 5 ഉണ്ട്, അതിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്യണം. നമ്പർ ഓഫ് വേസ് ഈക്വൽ ടു 5c3. കാൽക്കുലേറ്റർ കൊടുത്താൽ അതിന്റെ ആൻസർ സിംപ്ലിഫൈ ചെയ്ത് കിട്ടും. നെക്സ്റ്റ്, ഈ കേസിൽ how many of these committees would consist of at least 1 man? 3 പേരെ സെലക്ട് ചെയ്യണം. ആ കമ്മിറ്റിയിൽ കുറഞ്ഞത് ഒരു പുരുഷൻ ഉണ്ടായിരിക്കണം. നമ്പർ ഓഫ് വേസ് എന്താണ്? ഒരു പുരുഷൻ ഉണ്ടാകണം അറ്റ്ലീസ്റ്റ്. അപ്പൊ സാധ്യതകൾ കുറഞ്ഞത് ഒരു പുരുഷൻ, അപ്പൊ ഒരു പുരുഷനാകാം 1 man and അപ്പൊ ബാക്കി 2 പേര് ആരായിരിക്കണം? സ്ത്രീകൾ. അപ്പൊ 1 man and എന്താണ്? 2 women. ഓർ അല്ലെങ്കിൽ 2 പുരുഷന്മാരാകാം, അപ്പോൾ എന്താണ്? ഒരു സ്ത്രീ വരണം. അങ്ങനെ മൊത്തം 3 പേരല്ലേ? 2 പുരുഷന്മാരെ എടുത്താൽ ഒരു സ്ത്രീ. 2 men and 1 woman. അടുത്ത് 3 men വരുമോ? ഇല്ല, മാക്സിമം 2 പുരുഷന്മാരേ ഉള്ളൂ. സോ ഇവിടെ വെച്ച് കഴിഞ്ഞു. ഇനി ഒരു പുരുഷനെ സെലക്ട് ചെയ്യണം. മൊത്തം എത്ര പുരുഷന്മാരുണ്ട്? 2. 2ൽ നിന്ന് 1 2c1 ആൻഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 2 സ്ത്രീകളെ സെലക്ട് ചെയ്യണം ഫ്രം 3 സോ 3c2 ഓർ എന്ന് പറഞ്ഞാൽ പ്ലസ്
2 men from 2, 2C2 into 1 woman, that is 3 from 1, 3C1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 9 എന്ന് ആൻസർ കിട്ടും. ശരിയാണോ എന്ന് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. നെക്സ്റ്റ്, ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ L പാസിംഗ് ത്രൂ ദ പോയിന്റ്സ്. 2 പോയിന്റ് എന്നാൽ സ്ലോപ്പ് കാണുന്ന ഫോർമുല y2 minus y1, 6 minus 5, that is 1, divided by x2 minus x1, minus 3 minus 2, minus 3 minus 2 minus 5, 1 by minus 5, അതാണ് minus 1 by 5 എന്ന് എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് 2, minus 3 ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ L. ഈ ലൈനിന്റെ സ്ലോപ്പ് എന്താണ്? -1 by 5. എങ്കിൽ സ്ലോപ്പ് ഓഫ് ദ പെർപെൻഡിക്കുലർ ലൈൻ എന്തായിരിക്കും? -1 by m ആണ് ഫോർമുല. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ സ്ലോപ്പ് ഓഫ് പെർപെൻഡിക്കുലർ ലൈൻ എന്ത് കിട്ടി? 5. പോയിന്റ് തന്നിട്ടുണ്ട്. പോയിന്റും സ്ലോപ്പും അറിയാമെങ്കിൽ ലൈനിന്റെ ഇക്വേഷൻ y minus y1 equal to slope into x minus x1. So y minus y1 minus 3 minus 1 plus 3 equal to slope 5 into x minus x1. x1 എത്രയാണ്? 2. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5x minus y minus 13 equal to 0. Next one, equation of the circle with the center, origin and radius r. എന്താണ് ഫോർമുല? x square plus y square equal to r square. Next, നമ്മുടെ most important 20 question same question. Find the center and radius of this circle. നമുക്കറിയാം x ന്റെ coefficient 2g, that is 8. അപ്പോൾ g എന്താണ്? 4. y ന്റെ coefficient 2f, that is -10. f എന്താണ്? -5. c എന്ന് പറയുന്ന -8. സെന്റർ കാണുന്ന ഫോർമുല -g, -f. ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ എഴുതുക. 4, +5. സോറി, -4, +5. അടുത്ത റേഡിയസ് കാണുന്ന ഫോർമുല √g² + f² - c. g സ്ക്വയർ 4ന്റെ സ്ക്വയർ 16, -5ന്റെ സ്ക്വയർ 25, -8 അങ്ങനെ +8. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ √49, that is 7 എന്ന് കിട്ടും. നെക്സ്റ്റ് വൺ, ദ nth ടേം ഓഫ് എ GP whose first term a and the common ratio r is dash. Direct formula a into r raised to n minus 1. Next one, text in the same question. The fourth term of a GP is square of its second term and the first term is -3. Find the seventh term. എന്താണ് കണ്ടീഷൻ? fourth term is equal to square of second term. Fourth term t4 equal to second term into square t2 the whole square. ഫോർത്ത് ടേം കാണുന്ന ഫോർമുല a into r³. സെക്കൻഡ് ടേം കാണുന്ന ഫോർമുല a into r. അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ a² r². രണ്ട് സൈഡും a, ഒരു a ക്യാൻസൽ ചെയ്താൽ വലത് സൈഡ് a വരും. r² ക്യാൻസൽ ചെയ്താൽ ലെഫ്റ്റ് സൈഡ് r വരും. r ഈക്വൽ ടു a. a എന്താണ്? ഫസ്റ്റ് ടേം, ദാറ്റ് ഈസ് -3. അതുകൊണ്ട് കോമൺ റേഷ്യം എന്ത് കിട്ടും? -3. എയും കോമൺ റേഷ്യം എന്താണ്? -3. വി ഹാവ് ടു ഫൈൻഡ് സെവൻത് ടേം. ഫോർമുല a into r raised to 6. a എന്ന് പറഞ്ഞാൽ -3 into കോമൺ റേഷ്യോ -3 raised to 6. കാൽക്കുലേറ്ററിൽ കൊടുത്താൽ -2187 എന്ന് കിട്ടും. സോ 8 ക്വസ്റ്റ്യൻ ഉണ്ട്. 8ഉം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ഈ ഒരു പ്രോബ്ലം മാത്രം, ഈ പെർമ്യൂട്ടേഷനിലെ കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ മാത്രമായിരിക്കും ചെറിയ സംശയം ഉണ്ടാകാൻ സാധ്യത. തീർച്ചയായും നിങ്ങൾക്ക് 2 എണ്ണം ചോയ്സ് ആയിട്ടുണ്ട്. ബെസ്റ്റ് ഓഫ് 6 ഏറ്റവും മികച്ച രീതിയിൽ എഴുതുന്ന 6 എണ്ണമായിരിക്കും ടോട്ടൽ മാർക്കിന് കൗണ്ട് ചെയ്യുന്നത്. സോ ഈസി ആയിട്ട് 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. ലെറ്റ് a equal to 1, 2, 3 etc. up to 12. Define a relation r on a by capital R equal to ordered pair x, y such that y equal to x² + 1. ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെന്റ്സ് എഴുതുക. ആദ്യം ആ റിലേഷൻ എന്തിൽ എഴുതണം? റോസ്റ്റർ ഫോം. വേറെ ഒന്നുമില്ല, സിമ്പിൾ ആണ്. എക്സിന് ഇവിടെ 1 കൊടുക്കുക അല്ലേ? നമ്മുടെ a എന്ന സെറ്റിൽ ആദ്യത്തെ എലമെന്റ് എക്സിന് കൊടുക്കുക. 1² 1, 1 + 1 2. അതായത് x 1 ആകുമ്പോൾ y വാല്യൂ എന്താണ്? 2. അതായത് ഓർഡേർഡ് പെയർ 1, 2 അതൊരു എലമെന്റ്. കോമ അടുത്ത എക്സിന് 2 കൊടുക്കുക. അപ്പൊ 2² 4 + 1 5, 2, 5. അടുത്ത 3 കൊടുക്കുക. 3² 9 + 1 10. 3 കൊടുത്താൽ എന്ത് കിട്ടും? 10. അടുത്ത 4 കൊടുത്താൽ എന്ത് കിട്ടും? 16 + 1 17. പക്ഷേ 17 നമ്മുടെ a എന്ന സെറ്റിലുണ്ടോ? ഇല്ല. x കോർഡിനേറ്റും y കോർഡിനേറ്റും a എന്ന സെറ്റിൽ വേണം. അപ്പൊ റിമൈനിങ് എലമെന്റ്സ് ഒന്നും ഇതിനകത്ത് വരത്തില്ല. സോ വിച്ച് ഈസ് ദ റിലേഷൻ ഇൻ റോസ്റ്റർ ഫോം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഇരിക്കുന്ന എലമെന്റിന്റെ സെറ്റ് 1, 2, 3. റേഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ടാമതിരിക്കുന്ന എലമെന്റിന്റെ സെറ്റ് 2, 5, 10. What is the codomain? A യിൽ നിന്ന് B യിലേക്കാണെങ്കിൽ സെക്കൻഡ് സെറ്റ്, ഇവിടെ A യിൽ നിന്ന് A യിലേക്ക്. സോ കോഡൊമൈൻ ക്യാപിറ്റൽ A 1, 2, 3 etc. up to 12. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ടെക്സ്റ്റിൽ ഇതിന് സമാനമായ ക്വസ്റ്റ്യൻസ് ഉണ്ട്.
അടുത്തത് അതിലും സിമ്പിൾ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ കോംപ്ലക്സ് നമ്പർ 1 plus 3i. റൈറ്റ് ഇറ്റ്സ് കോൺജുഗേറ്റ് 1 minus 3i. റൈറ്റ് ഇറ്റ്സ് മോഡുലസ് റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ 1 പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ 3 square 9 ഈക്വൽ ടു റൂട്ട് 10. മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് കാണുന്ന ഫോർമുല z ബാർ ബൈ മോഡ് z സ്ക്വയർ 1 minus 3i ബൈ റൂട്ട് 10ന്റെ സ്ക്വയർ 10. നെക്സ്റ്റ് സ്ഥിരം ക്വസ്റ്റ്യൻ, എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് സം ഓഫ് ദ സീക്വൻസ് 3, 333 എക്സെട്ര ടു n ടേംസ്. ഇതിന്റെ സം ആണ് കാണേണ്ടത്. സോ Sn ഈക്വൽ ടു 3 plus 33 plus എക്സെട്ര ടു n ടേംസ്. ഒരു 3 കോമൺ ആയിട്ട് എടുത്താൽ 1 plus 11 plus 111 plus എക്സെട്ര ടു n ടേംസ്. ഒരു 9 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഒരു 9 പുറത്ത് ഡിവൈഡ് ചെയ്യുന്നു. താഴെ ഒരു 9 ഡിവൈഡ് ചെയ്യുന്നു, മേളിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 1 എന്ന് പറയുന്നതിൽ എന്തായി മാറും? 9 plus 99 plus 999 plus എക്സെട്ര. വീണ്ടും 3/9. 9 can be written as 10 minus 1. 99 100 minus 1. 999 എങ്ങനെ എഴുതാം? 1000 minus 1 plus എക്സെട്ര. 3/9. ഈ 10 100 1000 എക്സെട്ര അതിന്റെ സം എന്ന് പറയുന്നത് GPയുടെ സം കാണുന്ന ഫോർമുല a ഇൻറ്റു ഫസ്റ്റ് ടേം 10 ഇൻറ്റു r റൈസ് ടു n. കോമൺ റേഷ്യോ എന്താണ്? 10 ആണ് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്. 10 റൈസ് ടു n മൈനസ് 1 ബൈ r മൈനസ് 1 10 മൈനസ് 1 9 എന്ന് കിട്ടും. അടുത്ത് ഈ മൈനസ് 1 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ മൈനസ് n. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ പഠിച്ചു കാണും, എഴുതി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് 3x² അതിന്റെ ഡെറിവേറ്റീവ്. 3 കോൺസ്റ്റന്റ് മാറ്റി വെക്കുക. x² ഡെറിവേറ്റീവ് 2x. 2x into 3 എന്താണ്? 6x. അടുത്ത sin x into cos x. We have to find its derivative using product rule. ഫസ്റ്റ് ഫംഗ്ഷൻ sin x അതുപോലെ cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ cos x അതുപോലെ. അടുത്ത sin x ന്റെ ഡെറിവേറ്റീവ് cos x. cos square x. സെന്ററിൽ മൈനസ് sin square x. ഇത്രയും എഴുതിയാൽ മാർക്ക് കിട്ടും. മറ്റൊരു ട്രിഗണോമെട്രി ഫോർമുല യൂസ് ചെയ്യുമ്പോൾ ഇതിനെ cos 2x എന്ന് എഴുതാം. Next one, simple one, expected one. Solve the inequality 2 into x plus 3 minus 10 less than or equal to 3 into x minus 2 and represent the solution in number line. ഇതാത്തോട്ട് എക്സ്പാൻഡ് ചെയ്താൽ 2x plus 6 minus 10 less than or equal to 3x minus 6. സോ ഇവിടെ ഈ പ്ലസ് 3x ലെഫ്റ്റ് സൈഡും മൈനസ് 3x 2x ഇന്ന് 3x കുറച്ചാൽ മൈനസ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ എല്ലാം റൈറ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ മൈനസ് 12 പ്ലസ് 10 മൈനസ് 2 എന്ന് കിട്ടും. ഇവിടെ മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 2. ഒരു മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പ്ലസ് 2 എന്ന് കിട്ടും. ഒരു മൈനസ് നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇനിക്വാളിറ്റി റിവേഴ്സ് ഓർഡറിൽ എഴുതണം. സോ മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അതായത് ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ 2 രണ്ടോ അതിനേക്കാളും വലിയ റിയൽ നമ്പേഴ്സ് ക്ലോസ്ഡ് ഇന്റർവൽ 2, എന്ന് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ ഇത്രയും എഴുതിയാലും മതി. നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്പർ ലൈൻ വരച്ചു, രണ്ടോ അതിനേക്കാളും വലുത്. അപ്പൊ 2 ഇൻക്ലൂഡഡ് ആണ്, ഈക്വൽ ടു ഉണ്ട്. അപ്പൊ അവിടെ 2ന്റെ അവിടെ ഒന്ന് ഡാർക്കൺ ചെയ്യണം, ഒരു സർക്കിൾ ഇട്ട് ഡാർക്കൺ ചെയ്യണം. എന്നിട്ട് 2നേക്കാളും വലിയ റിയൽ നമ്പർ റൈറ്റ് സൈഡിലോട്ടല്ലേ, അതൊന്ന് ഡാർക്കൺ ചെയ്ത് വരയ്ക്കുക, ഡബിൾ ഷെയ്ഡ് ചെയ്ത് കാണിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ that cuts off equal intercepts on the coordinate axis and passes through the point 2, 3. ഇതൊരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ അല്ല, അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ആൻസർ ചെയ്യാൻ സാധിക്കും. നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ ഇത് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഇന്റർസെപ്റ്റുകളുടെ കഥയായതുകൊണ്ട് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഇന്റർസെപ്റ്റ് ഫോം എന്ന് അസൈൻ ചെയ്യുക. x/a പ്ലസ് y/b ഈക്വൽ ടു 1. പക്ഷെ ഇവിടെ ഈക്വൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എയും ബിയും ഈക്വൽ ആണല്ലോ. അപ്പൊ ബിക്ക് ഇവിടെ ഞാൻ എ കൊടുത്തു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x പ്ലസ് y ഈക്വൽ ടു a. ഇതാണ് നമുക്ക് കാണേണ്ട ലൈൻ. ഈ ലൈനിലുള്ള ഒരു പോയിന്റ് ആണ് 2, 3. അപ്പോൾ ഈ പോയിന്റ് ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യും. എക്സിന് 2 കൊടുക്കുക, വൈക്ക് 3 കൊടുക്കുക. സോ 2 + 3 5 ഈക്വൽ ടു a. അപ്പൊ എയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ കൊടുത്താൽ ഇക്വേഷൻ ഓഫ് ലൈൻ ആയി. x പ്ലസ് y ഈക്വൽ ടു 5. x പ്ലസ് y മൈനസ് 5 ഈക്വൽ ടു 0 വിച്ച് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. നെക്സ്റ്റ് അതിന്റെ സബ് ക്വസ്റ്റ്യൻ, ഇത് ചെയ്യാമെങ്കിലേ രണ്ടാമത്തെ ചെയ്യാൻ പറ്റൂ. ഈ ലൈനിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടെത്തുക. അപ്പൊ ഈ പോയിന്റ് എന്താണ്? x1 മൈനസ് 3 y1 2. ഇത് ജനറൽ ഫോം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ax പ്ലസ് by പ്ലസ് c. a എന്ന് പറഞ്ഞാൽ 1, b എന്ന് പറഞ്ഞാൽ 1, c എന്താണ്? മൈനസ് 5. ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുല ax1 പ്ലസ് by1 പ്ലസ് c ബൈ റൂട്ട് ഓഫ് s സ്ക്വയർ പ്ലസ് b സ്ക്വയർ. ഈ വാല്യൂസ് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6/√2 എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 15, സൈൻ പൈ മൈനസ് എക്സ്, സൈൻ 180 മൈനസ് തീറ്റ, സൈൻ തീറ്റ. ഫസ്റ്റ് ഓപ്ഷൻ.
നെക്സ്റ്റ് ഫൈൻഡ് വാല്യൂ ഓഫ് സൈൻ 15 ഡിഗ്രി. സൈൻ 15 ഡിഗ്രിയെ നമുക്കറിയാവുന്ന വാല്യൂസിലോട്ട് കൺവേർട്ട് ചെയ്യുക. നമ്മൾ ഇമ്പോർട്ടന്റ് 20 ക്വസ്റ്റ്യനിൽ സൈൻ 75 ഡിഗ്രിയാണ് പ്രഡിക്ട് ചെയ്തത്, ഇവിടെ 15 ഡിഗ്രിയാണ് ചോദിച്ചത്. സൈൻ 15 ക്യാൻ ബി റിട്ടൺ ആസ് 45 മൈനസ് 30. നമ്മൾ അവിടെ പ്ലസ് ഇട്ട് ഇവിടെ മൈനസ് ഒന്നും അത്രേ ഉള്ളൂ. സൈൻ എ മൈനസ് ബി ഫോർമുല അപ്ലൈ ചെയ്യുക. സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. വാല്യൂസ് കൊടുക്കുക. 1/√2 സൈൻ 45 കോസ് 30 √3/2 മൈനസ് cos 45 1/√2 sin 30 എന്താണ് 1/2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ അതുപോലെ 2√2 മേളത്തത് √3 - 1 by 2√2 എന്ന് കിട്ടും. നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ ദ ഒക്ടന്റ് ഇൻ വിച്ച് ദ പോയിന്റ് -3, 2, -1 ലൈസ്. എക്സ് കോർഡിനേറ്റും ഇസഡ് കോർഡിനേറ്റ് നെഗറ്റീവ് ആണ്. അപ്പോൾ ഒക്ടന്റ് എങ്ങനെ എഴുതും? എക്സ് ഡാഷ് ഓ, വൈ കോർഡിനേറ്റ് പോസിറ്റീവ്, അത് വൈ എന്ന് എഴുതിയാൽ മതി. ഇസഡ് കോർഡിനേറ്റ് നെഗറ്റീവ് ആകുമ്പോൾ ഡാഷ്, നെഗറ്റീവ് ആണെങ്കിൽ ഡാഷ് കൊടുക്കുക. ഇങ്ങനെ നെയിം ദ ഒക്ടന്റ് എന്ന് ചോദിച്ചാൽ എഴുതാം. അല്ല നമ്പർ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 6th ഒക്ടന്റ് ഏതെഴുതിയാലും മാർക്ക് കിട്ടും. നെക്സ്റ്റ് 3 പോയിന്റ് തന്നിട്ടുണ്ട്. അതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിന്റെ വെർട്ടിസസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി എ ബി കാണുക. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി നിങ്ങൾക്കറിയാലോ, റൂട്ട് ഓഫ് x2 - x1 the whole square. -1 നിന്ന് 0 കുറച്ചാൽ -1 അതിന്റെ സ്ക്വയർ 1. അടുത്ത് y2 - y1 the whole square. 6 7 കുറച്ചാൽ -1 അതിന്റെ സ്ക്വയർ 1. അടുത്ത് 6 നിന്ന് 10 കുറച്ചാൽ -4 അതിന്റെ സ്ക്വയർ 16. സോ ആഡ് ചെയ്യുമ്പോൾ √18. ഇതുപോലെ ബി സി കാണുക, √18. ഇതുപോലെ എ സി കാണുക, എന്ത് കിട്ടി? √36, ദാറ്റ് ഈസ് 6. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പ്രൂവ് ചെയ്യാൻ നീളം കുറഞ്ഞ രണ്ട് സൈഡിന്റെ ഡിസ്റ്റൻസിനെ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ കാണുക. 18 അല്ലേ, ഇതിന്റെ സ്ക്വയർ 18 + 18 36. അത് ആരുടെ സ്ക്വയർ ആണ്? എ സിയുടെ സ്ക്വയർ. സോ സം ഓഫ് സ്ക്വയർ ഓഫ് 2 sides is equal to സ്ക്വയർ ഓഫ് ദ തേർഡ് സൈഡ്. സോ ഇറ്റ് ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ. സോ ഇവിടെയും 8 ക്വസ്റ്റ്യൻ ഉണ്ട്. വി ഹാവ് ടു ആൻസർ എനി 6. ചിലപ്പോൾ കുട്ടികൾക്ക് ഈ സ്ട്രൈറ്റ് ലൈൻ ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ബാക്കി എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 6 ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്തു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് എസ് എ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്ഥിരം ക്വസ്റ്റ്യൻ, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ. യു എന്ന് പറഞ്ഞാൽ 1 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ്. എ എന്ന് പറഞ്ഞാൽ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എൻ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അപ്പൊ അതിന്റെ റോസ്റ്റർ ഫോം എന്തായിരിക്കും? എ ഈക്വൽ ടു ആറോ അതിനേക്കാളും താഴോട്ടുള്ള നാച്ചുറൽ നമ്പർ 1 2 3 4 5 6. ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പർ ലെസ് ദാൻ 10 2 3 5 7. സോ ഇതാണ് എ എന്ന സെറ്റും ബി എന്ന സെറ്റും റോസ്റ്റർ ഫോമിൽ. നെക്സ്റ്റ് എ യൂണിയൻ ബി, എയിലെയും ബിയിലെയും എല്ലാം എഴുതുക. 1 2 3 4 5 6 7. എ ഇന്റർസെക്ഷൻ ബി, എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് എന്താണ്? 2 3 5. വെരിഫൈ ഡി മോർഗൻസ് ലോ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. LHS എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. എ ഇന്റർസെക്ഷൻ ബി 2 3 5. അപ്പോൾ നമ്മുടെ സെറ്റിൽ യു എന്ന് പറഞ്ഞാൽ 1 മുതൽ 10 വരെ 2 3 5 പോയിട്ട് ബാക്കിയുള്ളത് എഴുതുക. 1 4 6 7 8 9 10. LHS കിട്ടി. ഇതേപോലെ RHS കാണുമ്പോഴും 1 4 6 7 8 9 10 കിട്ടും. ഹെൻസ് ദ വെരിഫിക്കേഷൻ എന്നെഴുതാം. നെക്സ്റ്റ് ടെക്സ്റ്റിൽ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും കാര്യം മനസ്സിലാക്കി പഠിച്ച കുട്ടികൾക്ക് ചെയ്യാൻ സാധിക്കും. ഫൈൻഡ് ദ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് trigonometry. Some letters are repeated, some objects are repeated. എങ്കിൽ ഫോർമുല n factorial by p1 factorial into p2 factorial into p3 factorial. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ട്രിഗണോമെട്രിയിൽ 12 ലെറ്റേഴ്സ് ഉണ്ട്. സോ n എന്ന് പറഞ്ഞാൽ 12. അതിൽ t എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന 2, അതാണ് p1 2. അടുത്ത r എന്ന് പറയുന്ന 2, അപ്പൊ p2 2. അടുത്ത് i റിപ്പീറ്റ് ചെയ്യുന്നില്ല, o 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. സോ p3 2. വേറെ ഒരു ലെറ്ററും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ നമ്മുടെ റിക്വയർഡ് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് എന്തായിരിക്കും? 12 ഫാക്ടോറിയൽ ബൈ ഈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. കാൽക്കുലേറ്ററിൽ കൊടുക്കുമ്പോൾ ഈ ആൻസർ കിട്ടും. നെക്സ്റ്റ് ഇത് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ആണ്. ഹൗ മെനി ഓഫ് ദീസ് അറേഞ്ച്മെന്റ്സ് ഡു ദ വേർഡ് സ്റ്റാർട്ട് വിത്ത് പി? ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഇതാണ്. അതിൽ ടി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര വേർഡ്സ് ഉണ്ട്? ഈ 12 എണ്ണത്തിൽ ഈ ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഫിക്സ് ചെയ്യുന്നു. അത് പിന്നെ വേറൊരിടത്തേക്ക് മാറ്റി കൊടുക്കാൻ പറ്റത്തില്ല. ഈ ടി ഇവിടെ ഫിക്സ് ചെയ്തു, പോസ്റ്റ് ചെയ്തു. ബാക്കി പിന്നെ എത്രയേ ഉള്ളൂ? 11 ലെറ്റേഴ്സ് ഉണ്ട്. അത് വെച്ച് റൊട്ടേറ്റ് ചെയ്യാം. സോ റിക്വയർഡ് ആൻസർ 11 ഫാക്ടോറിയൽ ബൈ, പിന്നെ റെപ്പറ്റീഷൻ ഉള്ള ആരാണ്? ആദ്യത്തെ ടി ഞാൻ ഫിക്സ് ചെയ്തു, പിന്നെ ടി റെപ്പറ്റീഷൻ വരുന്നില്ല. ആക്ച്വലി ടി 2 ഉണ്ട്, പക്ഷെ 1 ഫിക്സ് ചെയ്തല്ലോ, അപ്പൊ അവിടെ പിന്നെ റെപ്പറ്റീഷൻ വരുന്നില്ല. പിന്നെ റെപ്പറ്റീഷൻ വരുന്നത് ആരൊക്കെയാണ്? ഈ ഓയും പിന്നെ ആറും മാത്രം. സോ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ ആൻസർ കിട്ടും. നെക്സ്റ്റ് ഡു ഓൾ ദ വവൽസ് ഒക്കർ ടുഗദർ. ഈ വവൽസ് ഒരുമിച്ച് വരുന്ന എത്ര ലെറ്റേഴ്സ് കാണാം? അപ്പോൾ ഇവിടെ വവൽസ് ആരൊക്കെയാണ്? ഐ ഉണ്ട്, ഡബിൾ ഒ ഉണ്ട്, ഇ ഉണ്ട്.
ഈ 4 ലെറ്റർ ഒരു ബോക്സ് ആക്കി മാറ്റുക. അപ്പോൾ 12 എണ്ണത്തിൽ 4 എണ്ണം മാറ്റി പിന്നെ ബാക്കി 8. ഈ 4 എണ്ണം ഒന്നായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ നമ്പർ ഓഫ് ഒബ്ജക്റ്റ് എന്തായി 9. അപ്പൊ 9 ഫാക്ടോറിയൽ ബൈ അതിൽ റെപ്പറ്റീഷൻ ഉള്ളത് ഏതൊക്കെയാണ് ആ ഓ ബോക്സിനകത്താക്കിയ അത് പോയിട്ട് ബാക്കി 2 എണ്ണമാണ് 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു ബോക്സിനകത്ത് ആരാവുള്ള ഒരു ഐ ഉണ്ട്, വവൽസ് ഒരുമിച്ച് പറഞ്ഞത് 2 ഓ ഉണ്ട് പിന്നെ ഇ ഉണ്ട്. ആ 4 ലെറ്റർ എത്ര രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ അതിനകത്ത് ഓ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ 2 ഫാക്ടോറിയൽ. ഓക്കെ, സോ ആൻസർ കാൽക്കുലേറ്ററിൽ കൊടുത്താൽ ഇത് കിട്ടും. അത് ചെറിയ ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ ടെക്സ്റ്റിൽ സമാനമായ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാ കുട്ടികൾക്കും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആകണമെന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 f of x if f of x equal to x raised to 4 minus 16 by x cube minus 8. നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 20 ക്വസ്റ്റ്യനിൽ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 x raised to 4 minus 2 raised to 4 by x cube minus 8നെ 2 ക്യൂബ്. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഈ x minus 2 താഴെ കൊടുക്കുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. രാവിലെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്താണ്, അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആൻസർ 8/3. നെക്സ്റ്റ് ഒരു പീസ് വൈസ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അവിടെയും ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 f of x കാണാം. ഇവിടെ ലെസ് ദാൻ വരുമ്പോൾ ഒരു സ്വഭാവം, ഗ്രേറ്റർ ദാൻ വരുമ്പോൾ മറ്റൊരു സ്വഭാവം. സോ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കാണണം. ലെഫ്റ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 മൈനസ് f of x ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 രണ്ടിനേക്കാളും ചെറുത് വരുമ്പോൾ x സ്ക്വയർ. എക്സിന് 2 കൊടുത്താൽ 2 സ്ക്വയർ 4. അടുത്ത ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 പ്ലസ് f of x റൈറ്റ് ലിമിറ്റ് ഗ്രേറ്റർ ദാൻ 2 വരുമ്പോൾ ഫംഗ്ഷൻ 2x. എക്സിന് 2 കൊടുത്താൽ 4. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ, അതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ആ ലിമിറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് 4 തന്നെയാണ്. നെക്സ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ. എല്ലാ ക്വസ്റ്റ്യനും എല്ലാ കുട്ടികളും ഒന്നാമത്തെയും 4ാമത്തെയും എസ് എ ക്വസ്റ്റ്യൻ എഴുതി കാണും. 2 ചെയ്യണോ 3 ചെയ്യണോ, അതായത് ട്രിഗണോമെട്രി ചെയ്യണോ, ലിമിറ്റ്സ് ഏതാണ് ട്രിഗണോമെട്രി പെർമ്യൂട്ടേഷൻ ചെയ്യണോ, ലിമിറ്റ് ചെയ്യണോ, അതിൽ മാത്രമേ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഇവിടെ എലിപ്സ് തന്നിട്ടുണ്ട്, അതിനെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യുക. അപ്പോൾ ഓരോ ടേമിനെ 144 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ x²/16 പ്ലസ് y²/9 ഈക്വൽ ടു 1 എന്ന് കിട്ടും. a² 16 a4 b² 9 b3 c² കാണുന്ന ഫോർമുല a² - b². 16 ൽ 9 കുറച്ചാൽ 7. c ഈക്വൽ ടു √7. 4k ± c, 0 ± √7, 0. Vertices ± a, 0 ± 4, 0. Major axis 2a 8, minor axis 2b 6. Length of lateral sectum 2b²/a 2 × 9 18/4, that is 9/2. Eccentricity c/a √7/4. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. 4 മാർക്ക് ഈസി ആയിട്ട്, 4 6 മാർക്ക് ആദ്യമായിട്ടാണ് 6 മാർക്കിന് എലിപ്സിൽ ഒരു ക്വസ്റ്റ്യൻ ഒറ്റ സ്റ്റെപ്പിൽ ചോദിക്കുന്നത്. സോ ഈസി ആയിട്ട് നിങ്ങൾ സ്കോർ ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. 4 മാർക്സ് ക്വസ്റ്റ്യനിൽ എല്ലാം ചെയ്യാൻ പറ്റും, 3 മാർക്സിൽ എല്ലാം ചെയ്യാൻ പറ്റും. എസ് എ ക്വസ്റ്റ്യനിൽ മാത്രം ഈ 2ൽ 1 ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. തറവായി പഠിക്കാത്തവർക്ക്, സെലക്ട് ചെയ്ത് പഠിച്ചവർക്ക് പോലും മോർ ദാൻ 55 സ്കോർ ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, bye bye.